അങ്ങനെ ബ്ലാസ്റ്റ് മൂവി കണ്ടിട്ട് വരികയാണ്. എങ്ങനെയുണ്ട് സിനിമ? കൊള്ളാമോ? കരാട്ടെ പഠിക്കേണ്ടതായിരുന്നു എന്ന് എനിക്കും തോന്നി. രണ്ട് വർഷം മുമ്പ് എക്സ്പോ നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറേ പവലിയനുകളുമായിട്ട് കുറേ തിരക്കുമായിട്ട് എക്സ്പോ നടന്ന ആ സ്ഥലം ഇപ്പോൾ വളരെ ശൂന്യമായി. എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ടിക്കറ്റ്സ് ഒക്കെ എടുത്തിരുന്നത് അന്ന് ഇവിടെ നിന്നായിരുന്നു. എന്ത് ക്യൂ ആയിരുന്നു. ഇതൊക്കെ ഓരോ പവലിയനുകളായിരുന്നില്ലേ? ഇതാണ് ആലിഫ്. ഇതാണ് ആലിഫ്. ഇമാജിനേഷനിൽ ലൈറ്റ് കത്തുന്നത് ചിന്തിച്ച് നോക്കാനാണ് ശരൺ മാമന് കൊടുക്കുന്ന നിർദ്ദേശം. ബാക്ക്ഗ്രൗണ്ടിൽ അത് കിട്ടുന്ന രീതിക്കണമെങ്കിൽ ആ കുറച്ചുകൂടെ വയ്ക്കണം. ഓക്കെ, കൊള്ളാം. ഈ പിങ്ക് കഴിയട്ടെ. ഈ പിങ്ക് കണ്ണിന് പിടിക്കുന്നില്ല. അല്ല, ഇവിടെ ഒരുപാട് പനകൾ കാണാൻ പറ്റുന്നുണ്ട്. അന്ന് എക്സ്പോ കാണുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു. ലൈറ്റുകളും ആൾക്കാരും, എന്തുമാത്രം ജനങ്ങളായിരുന്നു ഇവിടെ വന്ന് കണ്ടുപോയത്. കുറേ പവലിയനെ 169 മറ്റോ രാജ്യങ്ങളുടെ പവലിയനുണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. കോവിഡിൻ്റെ സമയത്ത് മാസ്കും വരിച്ചിട്ട് ആൾക്കാർ വന്ന് തിക്കി തിരക്കി കണ്ടുപോയ സ്ഥലം. ഞാനൊക്കെ 1-2 പവലിയനുകൾ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. പച്ചപ്പും നല്ല കാലാവസ്ഥ, നല്ല പുറത്തൊക്കെ നല്ല ചൂടായിരുന്നു. സൗദി അറേബ്യയുടെ പവലിയൻ. സൗദി അറേബ്യക്ക് ആയിരുന്നു റെക്കോർഡ് കിട്ടിയത്. 5 റെക്കോർഡുകൾ സൗദി അറേബ്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാൻഡിങ് ആയിട്ടാണ് ഈ കെട്ടിടം കാണുന്നത്. അതിനായിരുന്നു ഒരു റെക്കോർഡ്. ഹൗസ് ഓഫ് ആർട്സ് കാണുമ്പോഴേ അറിയാം. ആർട്ടുകളൊക്കെ കാണുന്നുണ്ട് കുറച്ച്. അതിൻ്റെ ഉള്ളിലൊന്നും ഇപ്പം കയറാൻ പറ്റില്ല. ഫുഡ് വാങ്ങിക്കൊണ്ടുവരികയാണ് ദേവു. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. നഗട്സ് എടുത്ത് വെച്ചോളൂ. പാലും പാലും നല്ല നടപ്പാലും അപ്പന്റെ കയ്യും പിടിച്ച് നേരം
ആയോരു പാലത്തിൻ്റെ തൂണി നിന്നും ഒന്നോ കേട്ട് എന്താണ് പാവിനെയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ മണ്ണോടു മണ്ണായെന്ന് പണ്ടല്ലേ ഒരു വാഷ് ബേസിനാണിത്. ഇവിടെ ഇങ്ങനെ ചവിട്ടുമ്പോൾ വെള്ളം വരുന്നത് ഇതുവഴിയാണ്. ഇതാണ് കവനീജ് ലാസ്റ്റ് എക്സിറ്റ്. ഇവിടെ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, ഇന്നാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വന്നതാണ്. എന്തോ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും.